വരുമാനം വരാനായിട്ട് കഠിനാധ്വാനം ചെയ്യും. ഒരുപാട് കഠിനാധ്വാനം ചെയ്ത് ധനം കയ്യിൽ വന്ന നിമിഷം തന്നെ ചിലവും അതിനോടൊപ്പം വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു 10,000 രൂപ നമ്മൾ സമ്പാദിച്ച് നമ്മുടെ കയ്യിൽ വന്നു കഴിഞ്ഞാൽ 15,000 രൂപയുടെ ചിലവും നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. അപ്പോൾ വരുമാനം വരുന്നതിനോടൊപ്പം തന്നെ ചിലവും വന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ ശ്രദ്ധാപൂർവം തന്നെ ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇല്ലാത്ത പക്ഷം അത് നമുക്ക് നല്ല രീതിയിൽ ഒരു സാമ്പത്തികപരമായ ബുദ്ധിമുട്ട് ജീവിതത്തിൽ വരുവാൻ സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഇവിടെ രാഹു ഇങ്ങനെ 11ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ ചെറിയ ദോഷങ്ങൾ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനാൽ നമുക്ക് ദുർഗാദേവി ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തുകയും ദേവിയുടെ നാമം ജപിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പുഷ്പാഞ്ജലിയൊക്കെ അർപ്പിച്ച് മുന്നോട്ട് പോകുന്നതും വളരെ നല്ലത് തന്നെയാണ്. ഒരുപാട് നേട്ടങ്ങൾ വന്നു ചേരാനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. തിരിച്ച് കേതു നിൽക്കുന്നത്, ജന്മത്തിൻ്റെ മേടൻ രാശിയിൽപ്പെട്ടവർക്ക് കേതു നിൽക്കുന്നത് 5ാം ഭാവത്തിലാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു ദോഷം അത് തന്നെയെന്ന് പറയാം. നമുക്ക് ഈ ഒരു വർഷകാലഘട്ടം, ഈ ഒരു രാശി മാറ്റത്തിൽ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്നത് കേതുവിൻ്റെ 5ാം ഭാവത്തിലെ സ്ഥാനം തന്നെയാണ്. മാനസികപരമായ പല ബുദ്ധിമുട്ടുകളും വന്നു ചേരും. ടെൻഷൻ, നിസ്സാരമായ കാര്യങ്ങൾക്ക് ടെൻഷൻ അടിക്കുക, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാനത് ചെയ്താൽ ശരിയാകുമോ എന്നൊക്കെ ഒരു തോന്നൽ വരിക. ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് മനസ്സിന് ധൈര്യമില്ലാതെ നമ്മൾ പിന്നിലേക്ക് മാറി നിൽക്കുന്നൊരവസ്ഥ. അങ്ങനെ നമുക്ക് പലതരം ബുദ്ധിമുട്ടുകളും ഈ ഒരു സമയത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു ബുദ്ധിമുട്ട് മാറുന്നതിന് വേണ്ടി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. വിദ്യാർത്ഥികൾക്കൊക്കെ ഇത് നല്ല രീതിയിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു വിഷയം പഠിച്ചിട്ട് മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷനാകുന്നു, അവർക്ക് അടുത്ത വിഷയം മറ്റു വിഷയങ്ങൾ പഠിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയിലോട്ടൊക്കെ പോകുന്നു. അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ മനസ്സിന് ധൈര്യത്തോടു കൂടി ഈശ്വരനെ, നമ്മൾ ആത്മാർത്ഥമായിട്ടും നമ്മുടെ ഇഷ്ടദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഭഗവാന്റെ നാമമൊക്കെ ജപിച്ചുകൊണ്ട് ക്ഷേത്ര ദർശനമൊക്കെ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നല്ല രീതിയിൽ പോകാൻ സാധിക്കും. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണ്. പക്കന്നാൾ വരുന്ന ദിവസം ഗണപതി ഹോമം നടത്തുന്നത് നല്ലതായിരിക്കും. അതിനോടൊപ്പം തന്നെ നിത്യവും ഗണപതി ഭഗവാനെ, അത് എല്ലാ അമ്പലത്തിലും ഗണപതി ഭഗവാൻ ഒന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്ന ഉത്തമമാണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഭഗവാനൊരു നാളീകരമെല്ലാം ഉടച്ച് തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തടസ്സങ്ങൾ മാറുകയും സന്തോഷകരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കും. അപ്പോൾ ഈ ഒരു പരിഹാരം നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ സാമ്പത്തികപരമായിട്ടാണ് ബുദ്ധിമുട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ ശനിദോഷത്തിന് പരിഹാരം കാണുക, അല്ലെങ്കിൽ മാനസികപരമായിട്ടുള്ള തടസ്സങ്ങൾ, അല്ലെങ്കിൽ ഒരു പേടി, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ടെൻഷൻ അങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക. ധനപരമായിട്ട് ബുദ്ധിമുട്ട് വരികയാണെങ്കിൽ വിഷ്ണു ഭഗവാനെ ഭാഗ്യസൂത്ര പുഷ്പാഞ്ജലിയൊക്കെ നടത്തുക. ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നേട്ടങ്ങളും വിജയങ്ങളും ജീവിതത്തിൽ കൈവരിക്കുവാൻ സാധിക്കും.